നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം മെയ് 30-ന് തൊടുപുഴ ബ്ലഡ് സെന്റർ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തെക്കുംഭാഗം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യമായി പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നം മുതലക്കോടം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA-ക്ക് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ, മർച്ചന്റ് അസോസിയേഷൻ തുടങ്ങിയ വിവിധ സംഘടനകളും ചേർന്ന് നിവേദനം നൽകി. വർഷത്തെ PG ജോസഫ് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് തൊടുപുഴ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി വാങ്ങിയ സ്കൂൾ ബസ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. ടാക്സ് കൺസൾട്ടന്റ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കും. മെയ് 29-30 തീയതികളിൽ തൊടുപുഴ മർച്ചന്റ്സ് ട്രസ്റ്റ് ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാനത്തെ സാമ്പത്തിക വാണിജ്യ മേഖല നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളികൾ ചർച്ചയാകും. ഇന്ധന വിലവർദ്ധനവ് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലുണ്ടായ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനെ താളം തെറ്റിച്ചതായും വിഷയത്തിൽ സർക്കാർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇറാൻ യുദ്ധ സാഹചര്യത്തിൽ ഇന്ധനവിലയിലുണ്ടാകുന്ന വർധനവും ക്ഷാമവും കേരളത്തിലെ വാണിജ്യ മേഖലയെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും ഹോട്ടൽ ഭക്ഷണ നിരക്കിലെ വർധനവും സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്നതായി TCPAK ഭാരവാഹികൾ വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. മെയ് 29-ന് രാവിലെ സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ പതാക ഉയർത്തുന്നതോടെ സമ്മേളന നടപടികൾക്ക് തുടക്കമാകും. 29-ന് ഉച്ചയ്ക്ക് 2:30-ന് GSTയിൽ ടാലി സോഫ്റ്റ്വെയർ എന്ന വിഷയത്തിൽ സെമിനാറും 3 മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്യും. PJ ജോസഫിനെ ചടങ്ങിൽ ആദരിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബറ ജലീൽ, രാജു അപ്സര, ES ബിജു, ജോയ് ജോസഫ്, P പത്മകുമാർ, EK ബഷീർ തുടങ്ങിയവർ പ്രസംഗിക്കും. 30-ന് രാവിലെ 9-ന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് നടക്കുന്ന റിപ്പോർട്ട് അവതരണത്തിനും ചർച്ചകൾക്കും ശേഷം പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. നമ്മുടെ ഇന്ധന വിലയുമായിട്ട് ബന്ധപ്പെട്ട് ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യാപാരികളുടെയും അതുപോലെ തന്നെ നികുതി വകുപ്പിൻ്റെയും കേന്ദ്ര സംസ്ഥാന നികുതി വകുപ്പിൻ്റെയും ഇടയിൽ നിന്ന് സർക്കാരിലെ ഖജനാവിലേക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിക്കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പം അത് ജനകീയ വിഷയങ്ങൾ പറയുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ തന്ന റൈറ്റപ്പിൽ ആദ്യം തന്നെ അത് ചേർത്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് വ്യാപാര സമൂഹവും നമ്മുടെ സാമ്പത്തിക മേഖലയും എല്ലാം വളരെ വാണിജ്യ മേഖലയും സാമ്പത്തിക മേഖലയും എല്ലാം ഗുരുതരമായ പ്രതിസന്ധി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുന്നു. കാര്യം നമുക്കറിയാമല്ലോ, ഉപഭോക്തൃ കൺസ്യൂമർ സ്റ്റേറ്റായ നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കാര്യവും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഇന്ധനത്തിന് ₹1 കൂടിയാൽ നമ്മുടെ സാധന വില അതിൻ്റെ 3 ഇരട്ടി കൂടും. അതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. പക്ഷെ അപ്പോൾ അതിനൊരു നിയന്ത്രണം അനിവാര്യമാണ്. അപ്പം അതുപോലെ തന്നെ അതിനൊരു റെമഡി അത്യാവശ്യമാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ വ്യാപാര മേഖല, വാണിജ്യ മേഖല സ്തംഭിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് AN പുരം ശിവകുമാർ, സംസ്ഥാന സെക്രട്ടറി PK സന്തോഷ് കുമാർ, സ്വാഗത സംഘം കൺവീനർ PR വിനോദ്, ജോയിന്റ് കൺവീനർ KS വിജയൻ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ AK അയൂബ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം മെയ് 30-ന് തൊടുപുഴ ബ്ലഡ് സെന്റർ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. നവീകരിച്ച ബ്ലോക്ക് IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോനും നവീകരിച്ച ലിഫ്റ്റ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീലും സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി മെമ്മോറിയൽ ബ്ലോക്ക് കോതമംഗലം SH പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസി തെക്കേക്കുറ്റും ഉദ്ഘാടനം ചെയ്യും. 2004 ആരംഭിച്ച IMA ബ്ലഡ് ബാങ്ക് ഇന്നൊരു നാഴികക്കല്ല് പിന്നിടുകയാണ്. 2009 ബ്ലഡ് സെന്ററിനെ റീജിയണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സെന്ററായി ഉയർത്തിയിരുന്നു. ഇടുക്കി ജില്ലയിലെ ഏക RBTC ആണ്. ഇടുക്കി ജില്ല മുഴുവനും എറണാകുളം, കോട്ടയം ജില്ലകളിലെ ആശുപത്രികളിലും തൊടുപുഴ ബ്ലഡ് ബാങ്കിന്റെ സേവനങ്ങൾ നൽകുന്നുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ബ്ലഡ് സെന്റർ തികച്ചും ലാഭേച്ഛയില്ലാതെയാണ് പ്രവർത്തിക്കുന്നത്. 2022 തൊടുപുഴ റോട്ടറി ക്ലബ്ബ് സംഭാവന ചെയ്ത മൊബൈൽ ബ്ലഡ് ഡൊണേഷൻ വാൻ ബ്ലഡ് സെന്ററിന്റെ സേവനങ്ങൾ വിപുലീകരിക്കുവാൻ ഏറെ സഹായിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനമാണ് മെയ് 30-ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തൊടുപുഴ ബ്ലഡ് സെന്റർ അങ്കണത്തിൽ നടക്കുന്നത്. തൊടുപുഴ IMAയുടെ കെട്ടിടത്തിന്റെ 2ാം നില കൂടി ഉൾപ്പെടുത്തി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ബ്ലഡ് ഡൊണേഷൻ ഏരിയയും അനുബന്ധ സൗകര്യങ്ങളും 2ാം നിലയിൽ കൂടുതൽ വിപുലീകരിച്ച് ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉദ്ഘാടനം IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ നിർവഹിക്കും. ബ്ലഡ് സ്ക്രീനിംഗിന്റെ അത്യാധുനിക പരിശോധനാ സംവിധാനമായ നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെ ഉദ്ഘാടനം തൊടുപുഴ MLA അബു ജോൺ ജോസഫ് നിർവഹിക്കും. നവീകരിച്ച കെട്ടിടത്തിൽ പുതിയതായി നിർമ്മിച്ച ലിഫ്റ്റിന്റെ ഉദ്ഘാടനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ നിർവഹിക്കും. തൊടുപുഴ IMAയുടെയും രക്തബാങ്കിന്റെയും ആദ്യകാല പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായും ഭൗതികമായും ധാർമ്മികമായും സജീവ പ്രവർത്തനങ്ങൾ നടത്തിയ തൊടുപുഴ IMAയുടെ മുൻ പ്രസിഡന്റും പ്രമുഖ മാനസികാരോഗ്യ വിദഗ്ധയും പൈങ്കുളം SH ആശുപത്രിയുടെ സ്ഥാപക ഡയറക്ടറുമായിരുന്ന സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി SHന്റെ സ്മരണയ്ക്ക് തൊടുപുഴ IMAയുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രക്തബാങ്കിന്റെ നവീകരിച്ച ഭാഗത്തിന് സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി SH മെമ്മോറിയൽ ബ്ലോക്കിന്റെ നാമകരണം ചെയ്യുകയും അതിന്റെ ഉദ്ഘാടനം കോതമംഗലം SH പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലിസി തെക്കേക്കുറ്റ് SH നിർവഹിക്കുകയും ചെയ്യും. നവീകരിച്ച ബ്ലഡ് സെന്ററിന്റെ ഉദ്ഘാടനവും അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ടത് നാറ്റ് ടെസ്റ്റ്, ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്, അത് ഉദ്ഘാടനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് തന്നെയാണ്. അതോടൊപ്പം നമ്മുടെ മൺമറന്നുപോയ സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഫേമസ് സൈക്യാട്രിസ്റ്റാണ്. SH ഹോസ്പിറ്റലിന്റെ സ്ഥാപക ഡയറക്ടറാണ്. തൊടുപുഴ IMA ആരംഭിക്കുന്ന സമയത്തും ബ്ലഡ് ബാങ്കിൻ്റെ ആരംഭ സമയത്തും എല്ലാം സജീവമായിട്ട് എല്ലാം പങ്കാളിയായി സാമ്പത്തികമായിട്ടും എല്ലാം ധാർമ്മികമായിട്ട് എല്ലാ പിന്തുണയും തന്നിരുന്ന സിസ്റ്റർ ഡോക്ടർ ഏഞ്ചൽ മേരിയുടെ ഒരു മെമ്മോറിയൽ ബ്ലോക്കും കൂടെ ഈ അവസരത്തിൽ ഞങ്ങൾ അനാവരണം ചെയ്യുകയാണ്. തൊടുപുഴ IMA ബ്ലഡ് ബാങ്ക് സൊസൈറ്റി പ്രസിഡന്റ് ഡോക്ടർ CB ജേക്കബ്, വൈസ് പ്രസിഡന്റ് ഡോക്ടർ ചാൾസ് K തോമസ്, സെക്രട്ടറി ഡോക്ടർ വിവേക് S, ട്രഷറർ ഡോക്ടർ അനിൽകുമാർ, തൊടുപുഴ IMA പ്രസിഡന്റ് ഡോക്ടർ സോണി തോമസ്, ഡോക്ടർ K സുദർശൻ, IMA ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദേവകി, ബ്ലഡ് സെന്റർ ചീഫ് ടെക്നീഷ്യൻ ജയചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യമായി പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഠന ഉപകരണ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. നിരവധി വ്യക്തികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. തെക്കുംഭാഗം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പഠനോപകരണ വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് ടോമി കാവാലം നിർവഹിച്ചു. കുട്ടികളുടെ പഠനോപകരണ വിതരണം സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിരവധി അനവധിയായ പ്രവർത്തനങ്ങൾ ഈ ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടും നമ്മുടെ സഹകാരികൾക്കൊക്കെ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. കുട്ടികളായ പ്രത്യേകിച്ച് നമ്മുടെ ബാങ്കിലെ അംഗങ്ങളായ കുട്ടികൾക്ക് നമുക്ക് സ്കോളർഷിപ്പുകൾ, അതുപോലെ തന്നെ പഠനോപകരണങ്ങൾ, അതുപോലെ തന്നെ നന്നായി പഠിക്കുന്ന കുട്ടികൾക്കുള്ള എൻഡോമെൻറ്റുകൾ, അതുപോലെ തന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവിധ പരിപാടികൾക്കൊക്കെ ബാങ്ക് പലപ്പോഴും ബാങ്കിൻ്റെ ഒരു സാമൂഹ്യ പരിവർത്തനയുടെ പേരിൽ നമ്മൾ ഫണ്ടിങ് നടത്താറുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ മേഖലയിലെ നമ്മുടെ അംഗങ്ങളായ സഹകാരികളുടെ കുട്ടികൾക്ക് നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബാങ്ക് നടത്തുന്നുണ്ട്. ഈ വർഷമായിട്ട് 100ഓളം അപേക്ഷകൾ നമുക്കുണ്ട്. ഇപ്പോൾ ആനക്കേത്ത് 2-10 ആളുകൾക്ക് ആനക്കേത്തിൽ നിന്ന് മുൻപിട്ടാണുള്ളത്. ബാങ്ക് ഭരണസമിതി അംഗം മാത്യു ജോസഫ് ചേമ്പളാങ്കൽ സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, ഭരണസമിതി അംഗങ്ങളായ റോബി സിറിയക്, റോയി അഗസ്റ്റിൻ, ഡീന ഇമ്മാനുവൽ, സിന്ധു ശിവദാസ്, ഷെർലി ജോസ് എന്നിവരും സെക്രട്ടറി VT ബൈജു, മറ്റ് ജീവനക്കാർ, ബാങ്ക് അംഗങ്ങൾ, വിദ്യാർത്ഥികൾ എന്നിവരും പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കുന്നം മുതലക്കോടം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ, മർച്ചന്റ്സ് അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളും ചേർന്ന് നിവേദനം കൈമാറി. കുന്നം മുതലക്കോടം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLAക്ക് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ, മർച്ചന്റ്സ് അസോസിയേഷൻ തുടങ്ങി വിവിധ സംഘടനകളും ചേർന്ന് നിവേദനം നൽകി. ഗവൺമെൻറ്റിലേക്ക് ഈ അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാം തയ്യാറാക്കി വീണ്ടും ഗവൺമെൻറ്റിലേക്ക് അയച്ചു. ഏതൊരു PWDയുടെ സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അയച്ചു കഴിഞ്ഞിട്ട് അവിടെയും ഗവൺമെൻറ് എന്ത് ചെയ്തു, തുടർ നടപടികൾക്ക് വേണ്ടി മുഖ്യമന്ത്രിക്ക് നേരിട്ട് അയച്ചു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഒരു നമുക്ക് വിളിക്കാവുന്ന ഒരു പരിപാടി ഉണ്ടാകും. അതിനകത്തേക്ക് ഞാൻ പല പ്രാവശ്യം വിളിച്ച് ഒക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർ ഇത് തുടർ നടപടിക്ക് വേണ്ടിയിട്ട് വീണ്ടും തൊടുപുഴയ്ക്ക് അയച്ചു. തൊടുപുഴ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ എന്തൊക്കെയോ കുറേ റിപ്പോർട്ടുകൾ വഴി ആവശ്യമാണെന്നുള്ള അവർ എഴുതി. അങ്ങനെ എഴുതിയിട്ട് വീണ്ടും ഇത് തിരിച്ച് ഇടുക്കിക്ക് പോയി. ഇടുക്കിയിൽ നിന്ന് ആലുവായിൽ അവിടെ സൂപ്രണ്ടിങ് എഞ്ചിനീയറുണ്ട്. അവിടെ പോയിട്ട് അവിടെ നിന്ന് ഈ അപേക്ഷ വീണ്ടും തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പോഴും ഈ റോഡുകൾ ഏറ്റെടുക്കാനായിട്ട് ഗവൺമെൻറ് നയമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് അനുവാദം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. മുതലക്കോടം സ്റ്റേഡിയം റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയതായിരുന്നു MLA. ബൈപ്പാസിന്റെ ആവശ്യകത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനു വേണ്ട നടപടി ഉടൻ ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. +2 പരീക്ഷയിൽ കാളിയാർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഉജ്ജ്വല വിജയം. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 90% പേരും ഉപരിപഠനത്തിന് യോഗ്യത നേടി. ഇതിൽ 25 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ കരസ്ഥമാക്കി. മികച്ച വിജയശതമാനവും ഉയർന്ന ഗ്രേഡുകളും സ്വന്തമാക്കി പ്രദേശത്തെ മുൻനിര സ്കൂളുകളുടെ പട്ടികയിൽ ഇടം പിടിക്കാൻ സ്കൂളിന് സാധിച്ചു. +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ മാത്യു പോത്തനാമൊഴി, പ്രിൻസിപ്പൽ ലൂസി ജോർജ്, PTA പ്രസിഡന്റ് ജോബി ജോർജ്, അധ്യാപകർ എന്നിവർ ചേർന്ന് അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും മികച്ച പിന്തുണയുമാണ് ഈ തിളക്കമാർന്ന വിജയത്തിന് പിന്നിലെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷത്തെ +2 പരീക്ഷയിൽ മുതലക്കോടം സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഉന്നത വിജയം. 90.5% വിജയശതമാനം കരസ്ഥമാക്കിയ സ്കൂളിൽ ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ സ്ട്രീമുകളിലായി 335 വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 60 കുട്ടികൾ എല്ലാ വിഷയത്തിനും A+ ഗ്രേഡും 14 കുട്ടികൾ 5 വിഷയത്തിന് A+ഉം കരസ്ഥമാക്കി. ബയോളജി സയൻസിൽ നന്ദന ജയൻ 1200-ൽ 1199 മാർക്ക് നേടി ടോപ്പ് സ്കോററായി. 91 കുട്ടികൾക്ക് 90% മുകളിൽ മാർക്ക് ലഭിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ ആരോലിച്ചാലിൽ, പ്രിൻസിപ്പൽ ജിനോ ജോർജ് എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു. 2024-2025 വർഷത്തെ PG ജോസഫ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് തൊടുപുഴ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി വാങ്ങിയ സ്കൂൾ ബസ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. PTA പ്രസിഡന്റ് MM അൻസാരി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സാബിറ ജലീൽ മുഖ്യ പ്രഭാഷണം നടത്തി. ജെനി വി രാഘവൻ, VM ഫിലിപ്പച്ചൻ, PM നാസർ, ജെയിൻ ആന്റണി എന്നിവർ സംസാരിച്ചു. ഇവിടെ ഇരിക്കുന്ന തലമുതിർന്നവർക്കറിയാം, മറ്റ് കുട്ടികൾ കോളേജ് അഡ്മിഷൻ കിട്ടാത്തവർ അന്ന് പാരലൽ കോളേജ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സാമ്പത്തികമൊക്കെ ഉള്ളവരാണെങ്കിൽ മറ്റ് ജില്ലകളിൽ, അന്ന് കേരളത്തിൽ പൊതുവെ സ്ഥാപനങ്ങൾ കുറവാണ്, ജില്ലകളിൽ പോവും, അല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്ത് പോയി വലിയ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു വലിയ മാറ്റം ഉണ്ടാക്കിയത് ഈ നാട്ടിലെ PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത് കൊണ്ടുവന്ന ഈ +2 വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ കാർഷിക മേഖലയും മറ്റ് മേഖലയുമൊക്കെ തകർന്നിരിക്കുമ്പോഴും ഇന്ന് നമ്മുടെ ജനങ്ങൾ പിടിച്ചു നിൽക്കുന്നത് ഈ +2 വിദ്യാഭ്യാസം കഴിഞ്ഞ് സയൻസും കോമേഴ്സും ഒക്കെ എടുത്ത് പിള്ളേർ നഴ്സിംഗും എഞ്ചിനീയറിംഗും മെഡിസിനും മറ്റ് തൊഴിൽ മേഖലകളൊക്കെ പരിശീലനം നേടി നമ്മുടെ സംസ്ഥാനം വിട്ടുപോയി അവർ തിരിച്ചയക്കുന്ന റെമിറ്റൻസിലാണ് ഇന്ന് കേരളത്തിലെ പല കുടുംബങ്ങളും ഇന്ന് കടന്നു പോകുന്നത് അല്ലെങ്കിൽ ജീവിച്ചു പോകുന്നത് എന്ന് പറയുമ്പോൾ ഈ കേരള സംസ്ഥാനം കടപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ശ്രീ PJ. ബെല്ല ലെഗ് സലൂൺ, ഹെയർ ആർട്ടിസ്ട്രി, നെയിൽ ആൻഡ്
സ്കിൻ കെയർ, ബ്രൈഡൽ സ്റ്റൈലിംഗ് സ്റ്റുഡിയോ തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് സിനിമാസിന് സമീപം കോക്കണ്ടത്തിൽ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കാതറിൻ തെരേസ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. സ്ത്രീ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പരിപൂർണത നൽകിക്കൊണ്ട് ബെല്ല ലെക്സ് സലൂൺ തൊടുപുഴ പാലാ റോഡിൽ ആശീർവാദ് സിനിമാസിന് സമീപം കോക്കണ്ടത്തിൽ പ്ലാസയിൽ പ്രവർത്തനം ആരംഭിച്ചു. ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് ആയിട്ടുള്ള ഹെയർ ആർട്ടിസ്റ്ററി, നെയിൽ ആൻഡ് സ്കിൻ കെയർ, ബ്രൈഡൽ സ്റ്റൈലിംഗ് സ്റ്റുഡിയോ എന്നീ സൗകര്യങ്ങളോടെയാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിരവധി വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ കാതറിൻ തെരേസ ജോർജ് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, വാർഡ് മെമ്പർ ആതിര ജോഷി എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രശസ്ത ബ്ലോഗറായ ജിജി തങ്കച്ചൻ ആദ്യ സേവനം സ്വീകരിച്ചു. തൊടുപുഴക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി ഈ പ്രവർത്തനം, മീരയുടെ ഈ സംരംഭം ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരട്ടെ. ഞാനും എന്നെ പറ്റുന്നതും എപ്പോഴും മീരയോടെ ഉണ്ടായിരിക്കും. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഏറ്റവും പുതിയ ട്രെൻഡിലുള്ള ഹെയർ കട്ട്, സ്പാ, കെരാറ്റിൻ, ബോട്ടോക്സ്, ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്, സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, നാനോപ്ലാസ്റ്റിയ, ഹെയർ സെറ്റിംഗ് ആൻഡ് സ്റ്റൈലിംഗ് സേവനങ്ങളും, എല്ലാവിധ ഫേഷ്യൽ ക്ലീനപ്പ്, ഹൈഡ്രാ ഫേഷ്യൽ, ബ്രൈഡൽ മേക്കപ്പ്, എയർ ബ്രഷ് ആൻഡ് ഗ്ലോ മേക്കപ്പ്, പെർമനന്റ് മേക്കപ്പായ മൈക്രോബ്ലേഡിംഗ്, യൗവനം നിലനിർത്തുന്ന ബോഡി സ്പാ, ബോഡി പോളിഷിംഗ് സർവീസും ഇവിടെ ലഭ്യമാണ്. കൂടാതെ നെയിൽ കെയറിങ്ങിനായി പ്രത്യേക വിഭാഗവും പ്രവർത്തിക്കുന്നു. നെയിൽ എക്സ്റ്റൻഷൻ, ജെൽ നെയിൽ പോളിഷിംഗ് തുടങ്ങി സൗന്ദര്യ സംബന്ധമായ എല്ലാ നൂതന സേവനങ്ങളും സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാണ്. നമുക്കിവിടെ വരുന്ന സർവീസുകൾ, ഹെയറിൻ്റെ അത്യാവശ്യം എല്ലാ സർവീസും ഉണ്ട്. ഹെയർ കട്ട്, ഹെയർ കളറിങ്, ഹെയർ സ്പാ, അങ്ങനെ എല്ലാ സർവീസ് ഹെയറിൻ്റെ എല്ലാം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കിൻ തെറാപ്പി, അങ്ങനെയുള്ള ഫേഷ്യൽസ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് വരുന്ന മൈക്രോബ്ലേഡിങ്, അങ്ങനെയുള്ള സർവീസ് നമുക്കുണ്ട്. നെയിലിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ ഒരു കൗണ്ടർ പോലെ നമ്മൾ നെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ബ്രൈഡൽ മേക്കപ്പും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 14 വർഷമായി ജ്യോതി സൂപ്പർ ബസാറിൽ പ്രവർത്തിച്ചു വരുന്ന ബെല്ല ബ്യൂട്ടി ലോഞ്ച് സഹോദര സ്ഥാപനമാണ്. നാളിതുവരെ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നതിനൊപ്പം തുടർന്നും ഏവരുടെയും സാന്നിധ്യ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഈ ഉദ്ഘാടനത്തിന് ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ നന്ദിയും സന്തോഷവും ഞാൻ പങ്കിടുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങളും കാര്യങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിർത്തുന്നു. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കാർത്തിയെ വീട്ടിലെത്തി ED ചോദ്യം ചെയ്തു. ആലുവയിലെ വീട്ടിലെത്തി നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. CMRL ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്ന വേളയിൽ തന്നെ കാർത്തിയെ ചോദ്യം ചെയ്യാൻ ED നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വഴങ്ങിയിരുന്നില്ല.
ഹാജരാകാതെ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കർത്ത ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയായിരുന്നു. യാത്ര ചെയ്യാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി മെഡിക്കൽ രേഖകളും ഹാജരാക്കിയിരുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചെയ്യൽ. അടുത്ത KPCC പ്രസിഡന്റായി ആരെ നിയമിക്കണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. ഇതുവരെ ആരും തനിക്ക് ആ സ്ഥാനം ഉറപ്പാക്കിയിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസിനെയും CPIM-നെയും ശക്തമായി വിമർശിക്കുകയും അട്ടപ്പാടി മധു കൊലപാതക കേസ് കൈകാര്യം ചെയ്തതിനെ കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉന്നയിക്കുകയും ചെയ്തു. മലയിടംതുരത്തിലെ പട്ടികജാതി കുടുംബങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കിയ പോലീസ് ഉദ്യോഗസ്ഥരെ മുൻ CPIM-ന്റെ നേതൃത്വത്തിലുള്ള ഭരണകാലത്താണ് നിയമിച്ചതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് ആരോപിച്ചു. മുഖ്യമന്ത്രി VD സതീശനെയും UDF-നെയും അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള രീതിയിൽ പോലീസ് മനഃപൂർവ്വം പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. പാർട്ടിയുടെ ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യത്തെ കുറിച്ച് എങ്ങനെയാണ് മാധ്യമങ്ങളോട് പറയുക? സ്വാഭാവികമായിട്ട് ഒരു പുനഃസംഘടനയ്ക്കുള്ള സമയമാണ്. കാര്യം മന്ത്രിയാകുന്നു, പലരും MLA-മാരും ആ സമയത്ത് ഒരാൾക്ക് ഒരു പദവി എന്ന് പറയുന്ന പഴയൊരു അടുത്തൊരാളിലേക്ക് KPC അധ്യക്ഷനായിരുന്ന നേതാവ് സണ്ണി ജോസഫ് മന്ത്രിയായി, സംസ്ഥാന മന്ത്രിസഭ അംഗമായി. സ്വാഭാവികമായും അവിടെ പുതിയ അധ്യക്ഷൻ വരും. ആ അധ്യക്ഷൻ നിയമിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് അതിന്റെ ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുത്ത് അത് നടപ്പാക്കും. ആ സമയത്ത് നിങ്ങളെ അറിയിക്കും. ആ മാനദണ്ഡങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. സീനിയോറിറ്റി ആണോ സീനിയോറിറ്റി അല്ലാതെയാണോ ഏതൊക്കെയാണെന്നുള്ളത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. അത് ആ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അധികാര പരിധിയിൽ വരുന്ന ഒരു കാര്യം എനിക്ക് സമാനമായ ആർക്കും പറയാൻ കഴിയും. സംസ്ഥാനത്ത് ശക്തമായ KPC പ്രസിഡന്റ് വേണ്ടതല്ലേ? കാരണം ഒരു ഭരണം ലഭിക്കുന്നു 10 വർഷത്തിന് ശേഷം വലിയ രീതിയിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ കാലഘട്ടമാണ്. ഇല്ല, കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവരെല്ലാവരും തന്നെ ശക്തന്മാരും കരുത്തന്മാരുമായിരുന്നിട്ടുണ്ട്. കോൺഗ്രസിന്റെ അധ്യക്ഷന്മാരായിരുന്നവരാരും മോശക്കാരായിരുന്നില്ല. എല്ലാവരും ശക്തന്മാരും കരുത്തന്മാരുമായിരുന്നു. ജനപിന്തുണ ഉള്ളവരായിരുന്നു. ജനങ്ങളുടെ അംഗീകാരം പിടിച്ചു പറ്റിയവരാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ അധ്യക്ഷന്മാർ ഒരിക്കലും കരുത്തന്മാരല്ലാതിരുന്നിട്ടില്ല. എല്ലാവരും കരുത്തന്മാരായി. റോയിക്ക് പോലീസ് MLA വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാത്തിക്കുടി പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. UDF നേതാക്കളും പ്രവർത്തകരും ഒപ്പമുണ്ടായിരുന്നു. അർക്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന യാത്രാ കേന്ദ്രമായ മൂലമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് രാത്രിയായാൽ പൂർണ്ണമായും ഇരുട്ടിലാകുന്നതായി പരാതി. സ്റ്റാൻഡിലെ ഭൂരിഭാഗം ലൈറ്റുകളും തെളിയാത്ത അവസ്ഥയിലായതോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രികരാണ് ദിവസേന ദുരിതത്തിലാകുന്നത്. മലയോര മേഖലയിലെ ഈ പ്രധാന യാത്രാ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയ്ക്ക് അടിയന്തരമായി പരിഹാരം കണ്ട് ബസ് സ്റ്റാൻഡിൽ പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുവാനും സുരക്ഷ ഉറപ്പാക്കുവാനും പഞ്ചായത്ത് ഭരണസമിതിയും പോലീസും തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അല്ലാത്തപക്ഷം ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുവാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. തൊടുപുഴ, ഇടുക്കി, കട്ടപ്പന തുടങ്ങിയ നഗരങ്ങളിലേക്കും വിവിധ കുടിയേറ്റ മേഖലകളിലേക്കും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെയും സമീപത്തെ KSRTC സ്റ്റോപ്പിന്റെയും പ്രധാന ആശ്രയമാണ് ഈ ബസ് സ്റ്റാൻഡ്. എന്നാൽ മാസങ്ങളായി ഇവിടെ രാത്രികാലങ്ങളിൽ മതിയായ വെളിച്ചമില്ലെന്ന് നാട്ടുകാരും വ്യാപാരികളും ആരോപിക്കുന്നു. ബസ് സ്റ്റാൻഡ് ഇരുട്ടിലാകുന്നത് യാത്രക്കാർക്ക് വലിയ തോതിലുള്ള ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത്. രാത്രി 7 മണി കഴിഞ്ഞാൽ സ്റ്റാൻഡിന്റെ പല ഭാഗങ്ങളും അന്ധകാരത്തിലാകുന്നതോടെ ലഹരി സംഘങ്ങളുടെയും സാമൂഹിക വിരുദ്ധരുടെയും താവളമായി ഈ പ്രദേശം മാറുന്നതായി ആക്ഷേപമുണ്ട്. ഇത് രാത്രികാലങ്ങളിൽ എത്തുന്ന സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ തകർന്ന ഭാഗങ്ങളും കൃത്യമായി വെളിച്ചമില്ലാത്തതിനാൽ യാത്രികർക്ക് കെണിയാകുന്നു. ബസ്സുകൾ റിവേഴ്സ് എടുക്കുമ്പോഴും മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോഴും വെളിച്ചമില്ലായ്മ കാരണം അപകട സാധ്യത ഇരട്ടിക്കുകയാണ്. സ്റ്റാൻഡിനുള്ളിലെയും സമീപത്തെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. വെളിച്ചമില്ലാത്തതിനാൽ ആളുകൾ സ്റ്റാൻഡിൽ അധിക സമയം ചെലവഴിക്കാതെ മടങ്ങുന്നത് കച്ചവടത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായി വ്യാപാരികൾ പറയുന്നു. രാത്രി സമയങ്ങളിൽ ദീർഘദൂര ബസ്സുകൾ കാത്തുനിൽക്കാൻ ഭയപ്പാടോടെയാണ് ഇവിടെ നിൽക്കേണ്ടി വരുന്നത്. ഹൈമാസ്റ്റ് വിളക്കുകൾ പലതും സ്ഥാപിച്ച കാലം മുതൽ തെളിഞ്ഞിട്ടില്ല. അധികൃതർ ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം.
ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികളും വിളക്കുകൾ തെളിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കേണ്ട അറക്കുളം പഞ്ചായത്ത് അധികൃതർ ഇതിനോട് നിസ്സംഗത പുലർത്തുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. മൂലമറ്റം KSEB സെക്ഷനിലെ ഉദ്യോഗസ്ഥ ക്ഷാമവും പ്രദേശത്തെ പൊതുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ വൈകുന്നതിന് കാരണമായിട്ടുണ്ടെന്നാണ് സൂചന. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധ പരിപാടികളിലേക്ക് നീങ്ങുമെന്ന് പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടാക്സ് കൺസൾട്ടൻസ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ കേരളയുടെ 12ാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. IMA ബ്ലഡ് സെന്ററിന്റെ നവീകരിച്ച ബ്ലോക്കിന്റെയും നാറ്റ് പരിശോധനാ സംവിധാനത്തിന്റെയും ഉദ്ഘാടനം മെയ് 30-ന് തൊടുപുഴ ബ്ലഡ് സെന്റർ അങ്കണത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തെക്കുംഭാഗം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ബാങ്കിലെ നിർധനരായ അംഗങ്ങളുടെ മക്കൾക്ക് സൗജന്യമായി പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്തു. കുന്നം മുതലക്കോടം ബൈപ്പാസ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA-ക്ക് നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ, മർച്ചന്റ് അസോസിയേഷൻ തുടങ്ങിയ വിവിധ സംഘടനകളും ചേർന്ന് നിവേദനം നൽകി. വർഷത്തെ PG ജോസഫ് MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് തൊടുപുഴ APJ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടി വാങ്ങിയ സ്കൂൾ ബസ് നിയമസഭാ ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.